നമ്മൾ കഴിഞ്ഞ ദിവസം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരുപാട് ചലഞ്ചുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊൽക്കത്ത ഇപ്പം നേരിടുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊന്ന് നമുക്കറിയാം, മധ്യനിരയിലെ വെങ്കടേഷ് അയ്യരുടെയും അതുപോലെ തന്നെ റിങ്കു സിംഗിന്റെയും പ്രകടനമായിരുന്നു. പിന്നെ റസലിനെ എങ്ങനെ ഉപയോഗിക്കുന്നു ടീം എന്നതിലുള്ള ഒരു സംശയവും ഒരു ആശയക്കുഴപ്പവും, അതുപോലെ തന്നെ പേസ് ബോളർമാരുടെ പ്രകടനം, വൈഭവ് അറോറ, ഹർഷിത് റാണ, സ്പെൻസർ ജോൺസൺ ഉൾപ്പെടെയുള്ള ഈ പേസ് ബോളർമാരുടെ ഒരു പ്രകടനം. കഴിഞ്ഞ ദിവസം ഈഡൻ ഗാർഡനിൽ SRHന് എതിരെയുള്ള മത്സരത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം കൊൽക്കത്ത ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വെങ്കടേഷ് അയ്യർ ഒരു സ്ഫോടനാത്മകമായ ഒരു ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു. വൈഭവ് അറോറ മികച്ച രീതിയിൽ പന്തെറിയുന്നു. സ്പെൻസർ ജോൺസനെ കളിപ്പിച്ചിട്ടില്ല ടീം, മോയിൻ അലീനാണ് പകരം കളിപ്പിച്ചത്. അത് ഹർഷിത് റാണയും വലിയ കുഴപ്പമില്ലാതെ പന്തെറിയുന്നുണ്ട്. അപ്പോൾ ഈ റസലിന്റെ കാര്യത്തിലും റസൽ ഒരു വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട്. ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയെങ്കിലും ഒരു വിക്കറ്റ് റസൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ഈ ഒരു എന്താണോ പ്രശ്നങ്ങൾ, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമുക്ക് വേണ്ടിയിരുന്നത് എന്താണോ, ആരാധകർക്ക് വേണ്ടിയിരുന്നത് എന്താണോ അത് ടീം നൽകി. നമ്മൾ പറഞ്ഞിരുന്ന അത് തന്നെയാണ് നമ്മളിപ്പോ കാണുന്നത്. നമ്മുടെ പഴയ വീഡിയോക്ക് താഴെയുള്ള കമന്റുകളായിട്ട് അതിന്റെ ഉത്തരം തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നതാണ്. പിന്നെ പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചേ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞത്. അത് അതേപോലെ തന്നെയാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇന്നലെ കൊൽക്കത്ത ഹൈദരാബാദ് എന്നൊരു പിന്നെ ബാറ്റിംഗ് വിസ്ഫോടനമുള്ള ടീമാണ് ഹൈദരാബാദിൽ, അത് സംശയമില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് 300 മുകളിൽ റണ്ണ് അല്ലെങ്കിൽ 150 താഴെ റണ്ണ്, ഇങ്ങനെ ഒരു റേഞ്ചിലേക്കും ഹൈദരാബാദ് നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ നേരിടാണ് കൊൽക്കത്ത വന്നത്. ഈ 2 മത്സരങ്ങൾ തോറ്റ്, പിന്നെ നിലവിലെ ചമ്മന്മാർ 3 മത്സരങ്ങൾ 2 തോറ്റ് നിൽക്കുമായിരുന്നു. പോയിന്റ് ലാസ്റ്റ് ആയിരുന്നു. അവിടുന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞ ആ 3 പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് 2 പ്രശ്നങ്ങൾ തന്നെ പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ വെങ്കടേഷ് അയ്യറിന്റെ പ്രകടനവും പേസ് ബോളർമാരുടെ തിരിച്ചുവരവും, ഇത് രണ്ടും ആയപ്പോഴാണ് ടീം പിന്നെ ഇന്നലെ 80 റൺസിന്റെ ഗംഭീര വിജയമാണ്. ചെറിയ വിജയമല്ല, 200 റൺ അടിക്കുന്നു, 80 റൺസിന് വിജയം. എനിക്ക് തോന്നുന്നു IPL SRHന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാർജിനിലുള്ള തോൽവിയായിരിക്കും. മുമ്പ് 78 റൺസിനൊക്കെ CSK-നൊക്കെ ആയിട്ട് തോറ്റിട്ടുണ്ട്. 80 റൺസിന് പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തേക്ക് കൊൽക്കത്ത ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ പ്രകടനം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡീകോക്കിന് ഇന്നലെ പിന്നെ പ്രകടനം തിളങ്ങാൻ പറ്റിയില്ല, നിറയെ തിളങ്ങാൻ പറ്റിയില്ല. പക്ഷേ നിലവിലെ അവസ്ഥയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ 3 താരങ്ങൾ പിന്നെ മധ്യനിരയിൽ തിളങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്നലെ വലിയ തകർച്ചയിലേക്ക് പോയിരുന്നു. കാരണം ഒരു കരുത്തായി വരുന്ന 2 താരങ്ങളായിരുന്നു ഡീകോക്കും സുനിൽ നരൈനും. 2 പേരും ബാറ്റിങ്ങിൽ ആദ്യം തന്നെ പോകുന്നു. അവിടേക്കാണ് ഈ യഥാർത്ഥ ഹീറോസ്, നമ്മൾ എന്നും പ്രതീക്ഷിച്ചിരുന്ന, നമുക്ക് വേണ്ടിയിരുന്ന പിന്നെ റിട്ടൈൻ ചെയ്ത് വെച്ചിരുന്ന താരങ്ങൾ അവരുടെ ആ പ്രകടനം ടീമിന് വേണ്ടി കൊടുക്കുന്നു. ടീം മികച്ച സ്കോറിലേക്ക് പോകുന്നു. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഒരു ഏർലി കൊളാപ്സ് സംഭവിക്കുന്നുണ്ട്. കിൻഡൻ ഡീകോക്ക് പുറത്താകുന്നു, അതുപോലെ തന്നെ നരൈൻ പുറത്താകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അടുത്ത 1 ഡൗൺ ആയിട്ട് ബാറ്റ് ചെയ്യാൻ എത്തുന്നത് രഹാനയാണ്. രഹാനയുടെ കൂടെ അംഗ്രീഷ് രഘുവംശി ബാറ്റ് ചെയ്യുന്നു. രഘുവംശി ഒരു 81 റൺസിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് മികച്ച രീതിയിൽ എടുത്ത് ഇതാക്കുന്നുണ്ട്. രഹാന 38 റൺസ് ഇടുന്നു. അതുപോലെ തന്നെ രഘുവംശി 80 റൺസ് ഇടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 2ാമത്തെ IPL അർദ്ധ സെഞ്ചുറിയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം വെങ്കടേഷ് അയ്യരുടെയും അതുപോലെ തന്നെ റിങ്കു സിംഗിന്റെ ഒരു എന്താ പറയാ, അത് അതുവരെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു കരകയറൽ എന്ന രീതിയിലുള്ള പ്രകടനമല്ല. അത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അടിച്ച് തകർക്കുക എന്നുള്ള രീതി. പിന്നെ വെങ്കടേഷ് അയ്യർ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് കളി കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അഗ്രഷൻ എന്ന് പറയുന്ന എല്ലാ പന്തും അടിച്ച് 6 അടിക്കുന്ന എല്ലാ അഗ്രഷൻ എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അത് SRHന് കൊടുത്ത മറുപടിയാണോ? തീർച്ചയായും അതങ്ങനെ അവിടെ കാണണം. ഈ SRHന്റെ രീതി പറഞ്ഞാൽ ഇത് തന്നെയാണല്ലോ, അടിച്ച് കളിക്കുക മാത്രമേ വരുന്നത്. അതിന്റെ എപ്പോഴും നമ്മൾ പറയുന്നതാണ് അങ്ങനെ ഒരു ടീമിന് പറ്റുന്ന ഏറ്റവും വലിയ അപകടം ഒന്നുകിൽ ഈ പറഞ്ഞ ഹൈ സ്കോർ, അല്ലെങ്കിൽ ആ ടീം തകർന്നടിയും. അത് തന്നെയാണ് ഇന്നലെ കണ്ടത്. ഈ വെങ്കടേഷ് അയ്യർ ഇന്നലെ പറഞ്ഞത് നമുക്കറിയാം. ആദ്യത്തെ 13 ബോളിൽ അദ്ദേഹം 16 ബോളിൽ അദ്ദേഹം നേടിയത് 20 റണ്ണായിരുന്നു. പിന്നത്തെ 13 ബോളിലാണ് അദ്ദേഹം 40 റൺ അടിക്കുന്നത്. ആ മാറ്റം, ആ ഗിയർ ചേഞ്ച് കൂടി ആയിരിക്കാം വെങ്കടേഷ് അയ്യർ പറഞ്ഞത്. ആദ്യം ഈ പറഞ്ഞ പോലെ ടീമിനെ കരകയറ്റി, രഘുവംശിയും രഹാനും കൂടി ടീമിനെ കരകയറ്റി പറഞ്ഞാൽ ഭേദപ്പെട്ട നിലയിലേക്ക് ഒന്ന് പിടിച്ച് കയറ്റി കൊണ്ടുപോകുന്നു. 80 റൺ എടുത്ത് 82 റൺ ആവുന്നു ടോട്ടൽ വരുന്നു. ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ അവസാനത്തെ 5 ഓവറിലാണ് 78 റൺസ് ഇവര് അടിക്കുന്നത്. അതായത് റിങ്കു സിംഗും മറ്റേ വെങ്കടേഷ് അയ്യരും കൂടി അടിക്കുന്നത്. ആ ഒരു അവസാന സമയത്ത് എങ്ങനെയാണോ ബാറ്റിംഗ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ഒരുപക്ഷെ വെങ്കടേഷ് അയ്യർ പറയുന്നത്. ഈ പറഞ്ഞ ആദ്യം പിടിച്ചു നിന്ന് ടീമിനെ കരകയറ്റി കൊണ്ടുവരുന്നു. അവിടെ നിന്ന് പിന്നെ വെങ്കടേഷ് അയ്യർ ഒന്നുകൂടി സ്ലോ ആക്കിയിട്ട് പിന്നെ ഒന്നും ടച്ചിൽ വരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ റണ്ണ് ഉയർത്തുകയാണ്. 200ലേക്ക് പിന്നെ ടാർഗറ്റിലേക്ക് റണ്ണ് ഉയർത്താൻ പറ്റും ആ 2 താരങ്ങൾക്കും. നിലവിൽ ഏറ്റവും ഈ ടീമിന് ആദ്യം വിക്കറ്റ് പോയി പിന്നെ ഒന്ന് കരകയറി വന്നെങ്കിലും നിർണായക ഘട്ടമാണ്. കാരണം ടീമിന് മാത്രമല്ല, ഈ 2 താരങ്ങൾക്കും 3 മത്സരങ്ങളിലും ഫോം ഔട്ടായി പിന്നെ ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല. ഇന്നലെയും കൂടെ പോയ ടീമിനും തിരിച്ചടിയാണ്, ഈ 2 താരങ്ങൾക്കും തിരിച്ചടിയാണ്. അപ്പം ടീം എന്താണ്, മാനേജ്മെന്റ് എന്താണോ ആഗ്രഹിച്ചത് അത് കൊടുക്കാൻ വേണ്ടി 2 താരങ്ങൾക്കും പറ്റി. ഈ പറഞ്ഞ റസൽ ലാസ്റ്റ് പെട്ടെന്ന് റസലിന് ഇറങ്ങിയിട്ട് കൂടുതലും ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല കൂടി ആ റസലിന്റെ പ്രകടനം അത് ബൗളിങ്ങിലേക്ക് അദ്ദേഹം മാറ്റിവെച്ചു. 2 താരതമ്യേന റണ്ണ് തല്ല് വാങ്ങിയത് റസലാണ്, പക്ഷേ 2 വിക്കറ്റ് നടന്ന അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇത് പറയുമ്പോൾ നമ്മളിപ്പോ ഇത്ര നേരം ചർച്ച ചെയ്തത് വെങ്കടേഷ് അയ്യരുടെയും അതുപോലെ തന്നെ ഇവരുടെ 2 പേരുടെ ബാറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്.
ഇനിയാണ് പറയേണ്ടത്. അതായത് പേസ് ബോളർമാർ നമ്മൾ പറഞ്ഞ വരുൺ ചക്രവർത്തിനെ അതുപോലെ തന്നെ സുനിൽ നാരായണനെ പോലുള്ള മികച്ച സ്പിന്നർമാരുള്ള ഒരു ടീമിലെ പേസ് ബോളർമാർ വളരെ നിരാശപ്പെടുത്തുന്നു എന്ന് നമ്മൾ നേരത്തെ പല മത്സരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ സംസാരിച്ചു. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. നമുക്കറിയാം SRH നിരയിൽ ഇന്ന് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ട്രാവിസ് ഹെഡ്. ആ ട്രാവിസ് ഹെഡിനെ തുടക്കത്തിലെ പുറത്താക്കിയിട്ടാണ് വൈഭവ് അറോറ അതിന് മറുപടി കൊടുക്കുന്നത്. ഒരുപക്ഷെ നമ്മള് അതായത് എല്ലാ പ്രശ്നങ്ങളും കൂടി ഒരുമിച്ച് കൂടി പരിഹരിക്കപ്പെടുക എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. എന്താണോ വേണ്ടിയിരുന്നത് മാനേജ്മെന്റിന്റെ എല്ലാ ടീമിനും പറയും ഒന്നുകിൽ ബാറ്റിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ബോളിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഫീൽഡിംഗ് ആയിരുന്നു. പക്ഷെ ഇന്നലെ കൊൽക്കത്തക്ക് ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ തന്നെ 3 പ്രശ്നങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞത് ആ 3 ഘടകങ്ങളും അത് 3 ഇന്നലെ ടീം ഒരുമിച്ച് തന്നെ മാറ്റാൻ വേണ്ടി പറ്റി. അതിന്റെ ഒരു ഇമ്പാക്ട് കാണാൻ പറ്റി. ഇപ്പം പറഞ്ഞാൽ വൈഭവ് അറോറ പിന്നെ ട്രാവിസ് ഹെഡിനെ വീഴ്ത്തിയപ്പോഴേക്ക് അഭിഷേക് ശർമ്മയെ വീഴ്ത്താൻ വേണ്ടി പറ്റി. 2 പേർക്കും വിക്കറ്റ് ഫസ്റ്റിനെ കിട്ടുന്നു. പിന്നെ അറോറ വീണ്ടും വിക്കറ്റ് വേട്ട തുടരുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്കറിയാം ഹൈദരാബാദിന്റെ പിച്ച് മാറി വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അറോറ പിന്നത്തെ 2 വിക്കറ്റ് അതും നിർണായകമായ 3 വിക്കറ്റ് ഹൈദരാബാദിലെ ഏറ്റവും അപകടകാരികളായ 3 വിക്കറ്റ് തന്നെയാണ് അറോറ നേടുന്നത്. അതിൽ തന്നെ അത് ക്ലാസിനും നമ്മുടെ ഈ 3 വിക്കറ്റ് പ്രധാനപ്പെട്ട 3 വിക്കറ്റ് വീഴ്ത്തി അവിടെ അഭിഷേക് ശർമ്മനെ വീഴ്ത്തി ഹർഷിത് റാണിയെ സംഭാവന നൽകിയപ്പോൾ തന്നെ തീർന്നു. പിന്നെ റസലിനും മറ്റൊരു താരങ്ങൾക്കും കൂടെ ചടങ്ങ് പൂർത്തിയാക്കുക മാത്രമേ വേണ്ടി വന്നുള്ളൂ. അത് അവരും ഗംഭീരമായി ചെയ്തു. ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ഒരു ഫുൾ പാക്കേജ് വിജയമായിട്ട് കൊൽക്കത്തക്ക് നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. തീർച്ചയായും ഇപ്പൊ നമ്മൾ 200-ലധികം വലിയൊരു സ്കോർ 200 റൺസൊക്കെ ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറുവശത്ത് SRH ആണെങ്കിൽ പലപ്പോഴും ടീമുകൾക്ക് ഒരു മുട്ടുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് നമുക്കറിയാം ഈഡൻ ഗാർഡൻസിലാണ് മത്സരം നടക്കുന്നത്, കൊൽക്കത്തയുടെ സ്വന്തം നാട്ടിലാണ് മത്സരം നടക്കുന്നത്. അവർക്ക് ശക്തമായി തിരിച്ചു വരണം. കാരണം ഉള്ള ഈ പറയുന്ന 3 മത്സരങ്ങളിൽ 2 തോൽക്കുക, ചാമ്പ്യന്മാരായിട്ടുള്ള ടീം തോൽക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതെ ആ ഒരു രീതിയിലേക്ക് തിരിച്ചടി ഒരു മത്സരം കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു എന്താണ് സംഭവിക്കുക ആരാധകർ ഇപ്പൊ തന്നെ നമുക്കറിയാം. നമ്മളത് നമ്മുടെ മുൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മികച്ച പ്രകടനത്തോടെ പഞ്ചാബിനെ നയിക്കുന്നുണ്ട്. പല തലവേദനയാണ്. നമ്മുടെ ടീമിന്റെ പ്രകടനം മാത്രമല്ല ഈ പുറത്തുപോയ ഘടകങ്ങളും എല്ലാം കൂടെ നോക്കണം. ഇപ്പം വലിയ തലവേദനയൊക്കെയായിരുന്നു കൊൽക്കത്ത പോയിക്കൊണ്ടിരുന്നത്. അതിന് ഒരു തിരിച്ചറിവ് ഇപ്പം 5ാം സ്ഥാനത്തേക്ക് ഉയരാൻ വേണ്ടി പറ്റിയതിന് പുറമെ ഈ ഒരു എന്തൊക്കെയായിരുന്നു ആശങ്കയെല്ലാം പരിഹരിക്കാൻ വേണ്ടി പറ്റി. ഇതിൽ എടുത്തു വരേണ്ടത് രഹാനയുടെ ഒരു ഇന്നിങ്സ് തന്നെയാണ്. ആ പിന്നെ വിക്കറ്റുകൾ എയർലി നഷ്ടപ്പെടുന്ന സമയത്ത് രഹാന കളി തിരിച്ചു പിടിക്കുന്ന ഒരു ഇതുണ്ട്. ആദ്യ മത്സരത്തോട് രഹാനയുടെ നമ്മൾ കണ്ടാണ് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. രഹാനെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നല്ല ഫോമിലുള്ള സമയത്താണ് IPL വരുന്നത് എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹത്തെ ക്യാപ്റ്റനൊക്കെ നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്യാപ്റ്റൻ ആയിട്ടുള്ള എടുത്തിരുന്നില്ല, ഒരു ടീം എടുത്തിരുന്നില്ല, അവിടുന്നാണ് 2ാമത് വരുന്നത്. ഇപ്പൊ നമ്മൾ വെങ്കടേഷ് അയ്യറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോ ചെയ്ത സമയത്ത് വെങ്കടേഷ് അയ്യർ ഒരു 23 കോടിക്കുള്ള ഒരു ഇതൊന്നുമില്ല, ഒരു പ്ലെയർ ഒന്നുമില്ല, ഒരു 4-5 കോടിക്കുള്ള ഒരു ശരാശരി പ്ലെയർ ആണ് എന്ന രീതിയിൽ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ പക്ഷെ അത് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ 1-2 മത്സരങ്ങൾ കഴിഞ്ഞ് ഒരു താരത്തിന്റെ അവസ്ഥ എന്താണ്, ഏത് തരത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ കൃത്യമായിട്ട് അതിനുള്ള മറുപടി എനിക്ക് തോന്നുന്നു നമുക്കും തൃപ്തിയായി എന്ന് പറയുന്ന പോലെ ആയിട്ടുണ്ട്. അതെ, കണ്ട് വെങ്കടേഷ് അയ്യർ ഫോം ആവുന്നത് കണ്ട്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ അദ്ദേഹം അത് കൊണ്ടുവരാം. പക്ഷെ അദ്ദേഹം കൃത്യമായ സ്ട്രാറ്റജി പറയുന്നുണ്ട്. ടീം എന്ന രീതിയിൽ കൊൽക്കത്ത ലക്ഷ്യം വെക്കുന്നത് കൃത്യമായി കണ്ടീഷനുകളെ അറിഞ്ഞ് അതിനോട് ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു പിച്ചിൽ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ, ഒരു മൈതാനത്ത് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടത്തെ ഏറ്റവും മികച്ച ഒരു നമുക്ക് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ എത്രയാണ്, അല്ലെങ്കിൽ രണ്ടാമതാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ എതിർ ടീമിനെ എത്രത്തോളം കുറഞ്ഞ സ്കോറിൽ ഒതുക്കണം എന്നത് കൃത്യമായി തിരിച്ചറിയുന്ന അവിടെയാണ് ടീമിന്റെ സക്സസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് കൊൽക്കത്ത ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ എടുക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ റസലിന്റെ ഒരു വെടിക്കെട്ടും കൂടി നമ്മൾ കാണണം. അത് ഇപ്പൊ നമുക്കറിയാം IPL ഉള്ള സമയത്ത് ഒരു പല സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ മുംബൈയിലാണെങ്കിൽ ഒരു കാലത്ത് പൊള്ളാടിന്റെ ഒരു വെടിക്കെട്ട്, ഇപ്പൊ ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും പൊള്ളാടിന്റെ ഒരു വെടിക്കെട്ട് ഉണ്ടെങ്കിലേ നമുക്കൊരു സന്തോഷം, അതെ, ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഗെയിലുള്ള സമയത്ത് എന്തൊക്കെ ഇനിയിപ്പോ ടീമിന് എന്തൊക്കെ സംഭവിച്ചാലും ഗെയില് അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, അതെ ആ ഒരു അത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ്. പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസ് താരങ്ങളാണ് ഇവരെല്ലാവരും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ റസലിന്റെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഒരു സാധനം എനിക്കൊക്കെ പണ്ടൊക്കെ നമ്മൾ കളി കാണുമ്പോൾ CSKയുടെ ഒക്കെ മത്സരങ്ങൾ കാണുമ്പോൾ ആരാധകൻ എന്ന രീതിയിൽ നമ്മൾ എന്താടി അടിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ റസൽ കൂടെ തിരിച്ചു വന്നാല്, റസലിന്റെ തിരിച്ചറിവ് പറഞ്ഞാൽ ബാറ്റിംഗിൽ ഒന്ന് ഫോമായി കിട്ടിയാൽ കൊൽക്കത്തക്ക് ഇനിയൊന്നും നോക്കണ്ടില്ല. ഒരുവിധം എല്ലാ താരങ്ങളും ഫോമിലായിട്ടുണ്ട്.
ഫോമിലെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്, അവരുടെ പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ മുന്നോട്ടുള്ള യാത്രക്ക് വലിയ ടെൻഷനൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഓപ്പണർമാര് കുറച്ചും കൂടി ഒന്ന് ഉത്തരവാദിത്തത്തോടു കൂടി കളിക്കണം. അത് ഇതിപ്പോ എന്താ പറയാ, തല ശരിയാകുമ്പോ വാല് പ്രശ്നമായി, വാല് ശരിയാക്കിയപ്പോ തല പ്രശ്നമായി എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പിന്നെ 20 ഓവർ ക്രിക്കറ്റ് ആണ്, ഇതിൽ പിന്നെ അടിച്ചു തന്നെ തുടങ്ങണം. അതിപ്പോ ഡീകോക്കിന്റെ ശൈലി നമുക്കറിയാം, നരൈന ഓപ്പണിംഗ് ഇറക്കുന്ന തന്നെ അടിച്ച് സ്കോറിംഗ് ഉയർത്താനാണ്. അപ്പൊ അത് രണ്ടും അങ്ങനെ അവരാ രീതിയിൽ തന്നെ കളിച്ചോട്ടെ. 1 ഡൗൺ ഇറങ്ങുമ്പോൾ രഹാനൊക്കെ ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പതിയെ തുടക്കമാണെങ്കിൽ പതിയെ തുടക്കം, അല്ലെങ്കിൽ ആഞ്ഞടിക്കാൻ അത് രഹാന അവിടെ പിന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഗിയർ ചേഞ്ച് നടക്കുന്നുണ്ട്. രഘുവംശിയാണ് ഇപ്പോൾ ഉള്ളത്. രഘുവംശി തന്റെ ശൈലി തന്നെ കളിച്ചു പോകുന്നത്. ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ആദ്യത്തെ 4 നമ്പർ തന്നെ അത് ഓക്കെ ആവും. പിന്നെ വരുന്ന ഈ വെങ്കടേഷ് അയ്യരും റിങ്കു സിംഗും വരുന്ന ഈ ഒരു മധ്യനിര, ഇവർ ഈ ഒരു പ്രകടനം എന്നും കൊണ്ടുപോയത്. ഇവരുടെ വെടിക്കെട്ട് ഇപ്പൊ ഇന്നലെ കളിച്ച പോലെ തന്നെ ആദ്യത്തെ ബോളിൽ ആദ്യം പതിയെ തുടങ്ങി പിന്നെ അങ്ങ് തകർത്തടിക്കാനാണെങ്കിൽ അത് മതി. പക്ഷെ ആ ഈ ഒരു പ്രകടനം, ഈ ഒരു ഇത് അവർ ക്രീസിൽ ഉണ്ടാവണം, ടീമിൽ കൊടുക്കണം. അതോടൊപ്പം തന്നെ ബോളർമാരുടെ പ്രകടനവും നരയനും വരുൺ ചക്രവർത്തിക്കും ഒരു മികച്ച പിന്തുണ കൊടുക്കുന്ന ഒരു പ്രകടനം പേസർമാരും കൂടി നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഹൈദരാബാദിനെയാണ് ഇവർ എറിഞ്ഞിട്ടത്. ഏറ്റവും അപകടകരമായ ടീമിനെ, ബാറ്റ്സ്മാരുടെ ടീമിനാണ് എറിഞ്ഞിട്ടത്. അപ്പം കൊൽക്കത്തയ്ക്കും 80 റൺസിന്റെ വിജയമാണ്, വലിയ ടെൻഷനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ പിന്നെ 2 സ്പിന്നർമാർ, ലോകോത്തര സ്പിന്നർമാർക്കൊപ്പം ഈ പേസ് നിരയോട് ചേർന്നാൽ ടീം സെറ്റാണ്. പിന്നെ പ്ലേ ഓഫിലേക്ക് കഴിഞ്ഞ പ്ലേ ഓഫ് എത്തില്ല പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പറയാം. അല്ല, അതാ നമ്മൾ പറഞ്ഞത്, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെയാണ്. മാത്രമല്ല, ഇപ്പൊ ഞാൻ ഒരു കാര്യം പ്രവചിക്കുകയാണ്. നമുക്കിപ്പോ ഒരു വരാൻ സാധ്യതയുള്ള ഒരു കമന്റ് എന്ന് പറയുന്നത്, അവര് കുറച്ച് മത്സരങ്ങൾ ജയിച്ചോട്ടെ എന്നിട്ട് പ്ലേ ഓഫിനെ കുറിച്ച് ചിന്തിക്കാന്നല്ല. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പം മത്സരങ്ങൾ കളിക്കും. ഇന്നിപ്പം 4-ാം മത്സരം കഴിയുമ്പോഴേക്കും 2 ജയവും 2 തോൽവി 5-ാമത് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി തോൽവിയിലേക്ക് അധികം പോവാതെ, ഇങ്ങനെ ഈ തോൽവിയിലേക്ക് പോകാറില്ല. ഈ ടീം ഇങ്ങനെയാണ് കളിക്കുന്നെങ്കിൽ തോൽവിയുടെ ചിന്ത വരുന്ന ആവശ്യമില്ല. തീർച്ചയായും. എന്തായാലും ആരോഗ്യകരമായ ചർച്ചകൾ ഉണ്ടാവട്ടെ. നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ അവർ പങ്കുവെക്കട്ടെ. എന്തായാലും KKRന്റെ ആരാധകർക്ക് ഒരു മികച്ച ഒരു IPL തന്നെയായിട്ട് ഇത് മാറട്ടെ. മറ്റുള്ള ആരാധകർക്കും അങ്ങനെ തന്നെ ആകട്ടെ. കാരണം നമുക്കറിയാം, ഓരോ ആരാധകരും കളി തങ്ങളുടെ ടീം ജയിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എല്ലാ ടീമിനും ഒരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവല് ഒരിക്കലും സംഭവിക്കാതെ നടക്കല്ല. അങ്ങനെയാണെങ്കിൽ IPL വേണ്ടാന്നൊക്കെ വരും, എല്ലാവരും ജയിച്ചു എന്ന് പറയേണ്ടി വരും. പക്ഷെ അതിന് ഇതായിട്ട് എല്ലാവർക്കും അവരവരുടെ ടീമിനകത്ത് ഒരു ആശ്വാസം കണ്ടെത്താനോ, ഞങ്ങൾ അടുത്ത സീസണിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ ഒരു മികച്ച സീസൺ തന്നെ ആയിട്ട് ഇത് മാറട്ടെ എന്ന്. തീർച്ചയായും.